നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞയച്ചോളി. കുട്ടികളുടെ വിജയത്തിൽ രക്ഷിതാക്കളുടെ ഒരേയൊരു വിശ്വാസം ഓക്സ്ഫോർഡ്. ഇനി ട്യൂഷൻ സെന്ററുകൾ തേടിയുള്ള അലച്ചിൽ നിർത്താം. ബുക്ക് യുവർ സീറ്റ്സ്. ഓക്സ്ഫോർഡ് ഈറ്റ്സ് യുവേഴ്സ്. ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനഫ്. എടാ മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോണത് 10ാം ക്ലാസ് ഹിസ്റ്ററിയിലെ ഹ്യൂമാനിസം, അതായത് മാനവികത എന്ന ചാപ്റ്ററിന്റെ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടിട്ടില്ലാത്ത മക്കള് നമ്മുടെ ചാനലിന്റെ പ്ലാലിസ്റ്റ് നോക്കുക. SLC ഹിസ്റ്ററി എന്ന് പറഞ്ഞ പ്ലാലിസ്റ്റിൽ ആ വീഡിയോ ഉണ്ട്. മക്കൾ എന്തായാലും ആ വീഡിയോ കാണണം. ഇതിലെ 5 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ആ ക്ലാസ്സും നിങ്ങൾക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരണം കൂടി നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോ കാണാം. ഇന്ന് നമ്മൾ ആ വീഡിയോയുടെ ബാക്കി ഭാഗം ഇതിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഈ റിനൈസൻസ്, അതായത് നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകലയെക്കുറിച്ചും അതേപോലെ തന്നെ ശാസ്ത്രം, നവോത്ഥാന കാലത്തിലുള്ള സയൻസിലുണ്ടായിരുന്ന ഡെവലപ്മെന്റുകൾ, സയൻസിന് കാരണമായിട്ടുള്ള സയന്റിസ്റ്റുകളെ കുറിച്ചും അതുപോലെ തന്നെ നവോത്ഥാന കാലത്തുള്ള ഹിസ്റ്ററിയോഗ്രഫി, അതായത് ചരിത്ര രചനയെക്കുറിച്ചും, പിന്നെ നവോത്ഥാന കാലത്ത് മതത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളുണ്ട്. അതായത് റിഫോർമേഷൻ എന്ന് വെച്ചാൽ മതനവീകരണം, പിന്നെ അതേപോലെ തന്നെ കൗണ്ടർ റിഫോർമേഷൻ, പ്രതിനവീകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പോർഷനിൽ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മക്കള് വീഡിയോ കാണാം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ, നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. കമ്പയർ ദ ഫീച്ചേഴ്സ് ഓഫ് മിഡീവൽ പെയിന്റിംഗ് ആൻഡ് റിനൈസൻസ് പെയിന്റിംഗ്. അതായത് മധ്യകാലത്തെ ചിത്രകലയും നവോത്ഥാന കാലഘട്ടത്തിലെ ചിത്രകലയും തമ്മിൽ കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്നലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, മധ്യകാലഘട്ടത്തിൽ അതായത് മിഡീവൽ പീരീഡിൽ കംപ്ലീറ്റ് ദൈവവിശ്വാസം കൂടുതലുള്ള ആളുകളായിരുന്നു. പൊതുവെ അന്ധവിശ്വാസമായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കലയിലായാലും ശാസ്ത്രത്തിലായാലും ഇനി ഏത് മേഖലയിലും, പൊളിറ്റിക്സിലും ഹിസ്റ്ററിയിലും എല്ലാ മേഖലയിലും ദൈവങ്ങൾക്കായിരുന്നു പ്രാധാന്യം കൂടുതൽ. അപ്പൊ ചിത്രം വരയ്ക്കുന്ന കാര്യത്തിലായാലും പെയിന്റിങ്സിന്റെ കാര്യത്തിലായാലും ഒക്കെ ഈ ദൈവങ്ങളുടെ ചിത്രങ്ങൾ മാത്രം, അതല്ലെങ്കിൽ മാലാഖമാരുടെ ചിത്രങ്ങൾ മാത്രം, ഇങ്ങനെ ഒക്കെ മതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു നമ്മുടെ ഈ ഒരു മിഡീവൽ പീരീഡിൽ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതിൽ നിന്ന് വലിയൊരു മാറ്റം ഈ റിനൈസൻസ് കാലഘട്ടത്തിൽ, നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ എന്തൊക്കെയാണ് പെയിന്റിങ്സിൽ വന്ന മാറ്റം എന്നാണ് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ എന്താ, മിഡിൽ ഏജ് പെയിന്റിങ്സ് എന്ന് പറഞ്ഞാൽ മിഡീവൽ പെയിന്റിങ്സ്, അതായത് മധ്യകാലഘട്ടത്തിലെ പെയിന്റിങ് ടു എംഫസൈസ് ദ സ്പിരിച്വൽ തീംസ് സച്ച് ആസ് ഏഞ്ചൽസ് ആൻഡ് ഹെവൻലി റെലംസ്. അതായത് മധ്യകാലഘട്ടത്തിലെ ചിത്രങ്ങൾ മാലാഖമാരെയും സ്വർഗീയ ലോകങ്ങളെ കുറിച്ചുള്ള ആത്മീയ പ്രമേയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതായത് ഇപ്പോൾ ക്രിസ്തീയമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കൂടുതലും പറയുന്നത്. യൂറോപ്പിലെ കാര്യമായതുകൊണ്ട് ക്രിസ്തുമതത്തിന്റെ ആ ഒരു സംഭവിച്ചിട്ടുള്ള കുറെ മാറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മാലാഖമാര്, അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ചരിത്രം, മതത്തിന്റെ ചരിത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ പെയിന്റിങ്ങുകളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. എന്നാൽ റിനൈസൻസ് പീരീഡിലേക്ക് വന്നപ്പോൾ അതിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ദൈവങ്ങൾ കൂടാതെ തന്നെ മനുഷ്യർക്ക് പ്രാധാന്യം വന്നു. മനുഷ്യരെ കുറിച്ചുള്ള, മനുഷ്യരുടെ സ്നേഹം, മനുഷ്യരുടെ കുടുംബകാര്യങ്ങൾ, മനുഷ്യരുടെ ഈ വീരകഥകൾ, ഇതൊക്കെ പെയിന്റിങ്ങിന്റെ പ്രമേയങ്ങളായിട്ട് മാറാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കേട്ടോ. റിനൈസൻസ് പെയിന്റിങ്സ് ഫോക്കസ് ഓൺ ദ ബ്യൂട്ടി ഓഫ് ദ ഹ്യൂമൻ ഫോം, ഒറിജിനാലിറ്റി ആൻഡ് നാച്ചുറലിസ്റ്റിക് യൂസ് ഓഫ് കളേഴ്സ്. നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യരൂപത്തിന്റെ ഭംഗി, അതേപോലെ മൗലികത, നിറങ്ങളോടുള്ള സ്വാഭാവികമായ ഉപയോഗം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതായത് കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ലാതെ ഉള്ളതിനെ ഉള്ളതുപോലെ ഫോക്കസ് ചെയ്തുകൊണ്ട് വരയ്ക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ മനുഷ്യന്റെ ആ കാൽപ്പനികമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യന്റെ കഴിവുകൾക്കാണ് കൂടുതലും പ്രാധാന്യം കൊടുത്തത്. അടുത്ത പോയിന്റ് നോക്കടാ. ഹ്യൂമനിസ്റ്റിക് ഐഡിയൽസ് were reflected in Renaissance paintings through the presentation of human forms with a remarkable accuracy and meticulous attention to detail. അതായത് മാനവികതാ മൂല്യങ്ങൾ, മനുഷ്യന്റെ മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അത് ചിത്രകലയിൽ പ്രതിഫലിച്ചു. മനുഷ്യന്റെ രൂപങ്ങൾ കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടി അവതരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. പിന്നെ റിനൈസൻസ് പെയിന്റിങ്സ് എംഫസൈസ്ഡ് റാഷണലിസം ആൻഡ് ഹ്യൂമൻസ് ഇമോഷൻസ് അട്രിബ്യൂട്ടിംഗ് സിഗ്നിഫിക്കൻസ് ടു വാല്യൂസ് ഓഫ് ദ വേൾഡ്. നവോത്ഥാന ചിത്രകാരന്മാര് യുക്തിചിന്ത എന്ന് പറഞ്ഞാൽ തന്നെ സയൻസുമായി ബന്ധപ്പെട്ടതാണ്. മതത്തിനെ കുറിച്ച് പ്രാധാന്യം കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു റാഷണൽ ആയിട്ടുള്ള ചിന്താഗതിക്കും മനുഷ്യന്റെ വികാരങ്ങൾക്കും പ്രാധാന്യം നൽകി ലൗകിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ചു. അതായത് നമുക്കറിയാം മധ്യകാലഘട്ടത്തിൽ ഫുള്ള് സ്വർഗത്തിനും നരകം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ കൂടുതൽ പറഞ്ഞിരുന്നതും. അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു ചിത്രങ്ങളിലും കലാരൂപങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന, സാഹിത്യങ്ങളായാലും എല്ലാത്തിലും അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. അതിനു പകരം നമ്മുടെ ഫിസിക്കൽ ലൈഫ്, നമ്മുടെ ഈ ഒരു ഭൂമിയിലെ ജീവിതത്തിൽ
ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ വരയ്ക്കാനൊക്കെ തുടങ്ങി. പിന്നെ ആർട്ട് വർക്ക്സ് became increasingly precious and realistic due to the influence of humanism. മാനവികതയുടെ സ്വാധീനത്താൽ കലാരൂപങ്ങളൊക്കെ കൂടുതൽ കൃത്യവും യാഥാർത്ഥ്യബോധവും ഉള്ളതായിട്ട് മാറി. റിയാലിസത്തിനായിരുന്നു ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മിഡീവൽ പെയിന്റിങ്ങും അതേപോലെ തന്നെ നമ്മുടെ റിനൈസൻസ് പെയിന്റിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിട്ടോ മക്കൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സോ നവോത്ഥാന കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട കലാകാരനാണ് ലിയനാർഡോ ഡാവിഞ്ചി. അദ്ദേഹം ഒരു ചിത്രകാരൻ മാത്രമല്ല, അദ്ദേഹത്തിന് വേണമെങ്കിൽ നമുക്കൊരു സയന്റിസ്റ്റ് ആയിട്ടും ഒരു ശില്പിയായിട്ടും ഒക്കെ പറയാം. അപ്പോൾ ഒരുപാട് മേഖലകളിൽ വളരെയധികം മികച്ചു നിന്നിരുന്ന അന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ലിയനാർഡോ ഡാവിഞ്ചി. അപ്പൊ അദ്ദേഹം നവോത്ഥാന കാലഘട്ടത്തിൽ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണെന്നുള്ളൊരു ചോദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വരും. പിന്നെ ഇതിനെ ബേസ് ചിലപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യനും വരും. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശില്പങ്ങളോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ നോക്കാം. ലിയനാർഡോ ഡാവിഞ്ചി വാസ് എ വേഴ്സൽ ജീനിയസ് ഹു സയന്റിഫിക്കലി സ്റ്റഡീഡ് ദ ഹ്യൂമൻ ബോഡി. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് അനാട്ടമിയുടെ കാര്യമൊക്കെ. സോ ലിയനാർഡോ ഡാവിഞ്ചി മനുഷ്യ ശരീരത്തെ കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചൊരു ബഹുമുഖ പ്രതിഭയായിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് കഴിവുകളുള്ള ആളായിരുന്നു. His world famous paintings include The Last Supper and Mona Lisa. അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ട് ചിത്രങ്ങളാണ് അന്ത്യത്തായം, ലാസ്റ്റ് സപ്പർ, നമ്മൾ യേശുക്രിസ്തുവും ശിഷ്യന്മാരും കൂടി അവസാനത്തെ അത്താഴം കഴിക്കുന്ന ആ ഒരു പിക്ചർ. പിന്നെ അതേപോലെ തന്നെ ആർക്കും മനസ്സിലാവാത്ത നിഗൂഢമായിട്ടുള്ള മൊണാലിസ എന്ന് പറഞ്ഞ പിക്ചർ അല്ലെ. ഇതിനൊക്കെ ചിത്രങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നോക്കി മനസ്സിലാക്കുക. ചിത്രങ്ങൾ കണ്ടിട്ട് പഠിക്കണം. ചിലപ്പോൾ ചിത്രം തന്നിട്ട് ഇത് ആരുടേതാണ് ഏതാണ് ചിത്രം എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും കേട്ടോ. പോയിന്റ് വരുന്നത് he masterfully harmonizes color, shadow and light in his works. റിനൈസൻസിന്റെ പ്രത്യേകത തന്നെ ഈ ലൈറ്റും അതേപോലെ തന്നെ കളേഴ്സ് ഒക്കെ ഉപയോഗിച്ചു എന്നുള്ളതല്ലേ. അപ്പൊ അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ ലിയനാർഡോ ഡാവിഞ്ചിക്ക് കഴിഞ്ഞിരുന്നു. വർണ്ണം, നേൽ, വെളിച്ചം എന്നിവയെ അദ്ദേഹം തന്റെ കൃതികളിൽ സമന്വയിപ്പിച്ചു എന്നാണ് പറയുന്നത്. ദ ലാസ്റ്റ് സപ്പർ, ഇമോഷൻസ് ലൈക്ക് സർപ്രൈസ്, ഫിയർ ആൻഡ് ഗിൽറ്റ് ഓഫ് ക്രൈസ്റ്റ്, ഡിസിപ്ലിൻ വെർ വിവിഡ്ലി എച്ച്ഡ് അല്ലെ. അതായത് അന്ത്യത്താഴം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ, ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ചിത്രത്തിൽ അദ്ദേഹം ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ അത്ഭുതം, ഭയം, അതേപോലെ കുറ്റബോധം തുടങ്ങിയ വികാരങ്ങൾ വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തന്നെ ചതിക്കുകയായിരുന്നു. അപ്പൊ ആ ചതിക്കുന്ന ശിഷ്യന്മാരുടെ ആ മുഖത്തുള്ള ആ ഭയമൊക്കെ ആ ചിത്രത്തിൽ കൃത്യമായിട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കണം. ദ എനിഗ്മാറ്റിക് എക്സ്പ്രഷൻസ് ഓഫ് മൊണാലിസ കൺസീൽ മെനി അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് മാസ്റ്റർഫുള്ളി എംബഡഡ് ബൈ ദ ഡാവിഞ്ചി. അതായത് ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഏറ്റവും വലിയ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് മൊണാലിസ. ആ മൊണാലിസയുടെ നിഗൂഢമായ ഭാവങ്ങളെ ലിയനാർഡോ ഡാവിഞ്ചി സമർത്ഥമായി ഉൾപ്പെടുത്തിയ നിരവധി ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾ തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ആ ചിത്രം. ഇന്നും പലർക്കും അറിയില്ല മൊണാലിസ ചിരിക്കുകയാണ് കാര്യമാണ്, എന്ത് തേങ്ങ ചെയ്യണമെന്നല്ലേ, എന്താ ചെയ്യുക, ഇയാൾ വല്ലാത്തൊരു ജാതിയാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. റിനൈസൻസ് പെയിന്റിംഗ്സ് ഹാഡ് സർട്ടൻ അതർ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ആസ് വെൽ, വാട്ട് ആർ ദേ? അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു മധ്യകാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഈ നവോത്ഥാനം, അതായത് മിഡീവൽ പീരീഡിൽ ഒരുപാട് ചേഞ്ചസ് ഈ റിനൈസൻസ് പീരീഡിൽ വന്നിട്ടുണ്ട്. ആ ചേഞ്ചസിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുക പെയിന്റിംഗ്, ചിത്രരചനയിലാണ്. അപ്പൊ ആ മാറ്റങ്ങൾ നമ്മൾ നേരത്തെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു. മിഡീവൽ പെയിന്റിങ്ങും റിനൈസൻസ് പെയിന്റിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പഠിച്ചു. പ്രധാനമായിട്ടും മതപരമായിട്ടുള്ള ആശയങ്ങളിൽ നിന്ന് ഹ്യൂമാനിസം, മാനവികതയിലേക്ക് വന്ന മാറ്റമാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഈ റിനൈസൻസിലെ പെയിന്റിങ്ങിന്റെ ചില പ്രത്യേകതകളാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ടെസ്റ്റിൽ പോയിന്റുകളാക്കി കൊടുത്തിട്ടുണ്ട്, അതന്നെയാണ് ഇവിടെ തരുന്നത്. ഒന്ന് ലാൻഡ്സ്കേപ്പ് ആണ്. നമ്മുടെ റിനൈസൻസ് പെയിന്റിങ്ങിൽ എവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ലിയനാർഡോ ഡാവിഞ്ചിയുടേതോ ആരുടെ ചിത്രങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ പുറകിലൊക്കെ നല്ല മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ വർണ്ണിക്കാൻ കഴിയും അല്ലെ. പ്രകൃതി ദൃശ്യങ്ങൾ കാണാം, അതൊരു ഹൈലൈറ്റഡ് പോയിന്റ് ആണ്. അത് മിഡീവൽ പീരീഡിൽ ഇല്ലാത്തൊരു ടെക്നിക്കാണ്. പിന്നെ യൂസ് ഓഫ് കളർ ടു ഇല്ലസ്ട്രേറ്റ് ലൈറ്റ് ആൻഡ് സ്പേഷ്യൽ ഡെപ്ത്, അതായത് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കാൻ വേണ്ടി വർണ്ണങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. കളറുകൾ കൊണ്ട് ഒരു സ്ഥലത്തിന്റെ ആഴവും ദൂരവും ഒക്കെ കൃത്യമായിട്ട് കണക്കാക്കിയിരുന്നു. പിന്നെ റിയലിസ്റ്റിക് ഡെപിക്ഷൻ ഓഫ് ദ ഹ്യൂമൻ ബോഡി, അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ യഥാർത്ഥ ചിത്രീകരണം എന്തിരുന്നു നടപ്പിലാക്കിയിരുന്നു. അന്ന് അനാട്ടമി, ഇപ്പൊ നമ്മൾ നേരത്തെ മൈക്കലാഞ്ചലോയുടെ കാര്യം, ലിയനാർഡോ ഡാവിഞ്ചിയുടെ കാര്യം പറഞ്ഞ മാതിരി അനാട്ടമി പോലുള്ള ശരീരഘടനയെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഇവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവര് മനുഷ്യ ശരീരത്തൊക്കെ കൃത്യമായിട്ട് വരയ്ക്കാൻ അവർക്ക് കഴിഞ്ഞു, 6 പാക്ക് വരെ അല്ലെ. ഓക്കെ, പിന്നെ യൂസ് ഓഫ് ഓയിൽ പെയിന്റ്, അന്നത്തെ മറ്റൊരു ഹൈലൈറ്റ് ആയിരുന്നു. ഓയിൽ പെയിന്റിങ്ങിലായിരുന്നു അവരുടെ ചിത്രീകരണമൊക്കെ ഉണ്ടായിരുന്നത്, എണ്ണച്ചായ കേട്ടോ. പിന്നെ അടുത്തത് പോർട്രേറ്റുകൾ, ഛായാചിത്രങ്ങൾ വരച്ചിരുന്നു. അതായത് അന്ന്
സാധാരണക്കാരായ ജനങ്ങളുടെ, പണ്ട് ദൈവങ്ങളുടെയും മാലാഖമാരുടെയും മാത്രം ചിത്രങ്ങളായിരുന്നു. അതിന് പകരം റെനേസൻസ് കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടേതും, അതുപോലെ തന്നെ ഇറ്റലിയിലൊക്കെയാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ തുടങ്ങിയത്. അപ്പോൾ അവിടെയുള്ള സമ്പന്നരായ കച്ചവട കുടുംബത്തിലെ വലിയ വലിയ ആളുകളുടെ, പ്രമാണിമാരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ നമ്മളിന്ന് ഫോട്ടോ എടുത്ത് ചുമരുമ്പോൾ പതിപ്പിക്കുന്ന മാതിരി ഇവർ എന്ത് ചെയ്തു, ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നു. പിന്നെ ദ റിപ്രസെന്റേഷൻ ഓഫ് ഡിവൈൻ ഫിഗേഴ്സ് ഇൻ ഐഡിയലൈസ്ഡ് ഹ്യൂമൻ ഫോംസ്, ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവങ്ങളുടെ ചിത്രീകരണം. അതായത് ദൈവങ്ങൾക്ക് പോലും മനുഷ്യന്റെ രൂപം കൈവന്നല്ലോ. പണ്ട് ദൈവങ്ങൾക്ക് ചിറക്, മാലാഖമാർക്കൊക്കെ ചിറകൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു ചിത്രങ്ങൾ. പക്ഷേ പിന്നീട് റിനൈസൻസ്, നവോത്ഥാന കാലഘട്ടത്തിൽ എത്തിയപ്പോൾ ആ ദൈവങ്ങൾക്ക് പോലും മനുഷ്യന്റെ രൂപമായി. അതായത് ഹ്യൂമാനിസം, മാനവികതയിലേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലായിടത്തും മനുഷ്യനായിരുന്നു പ്രാധാന്യം, മനുഷ്യന്റെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൂടി. അടുത്ത ചോദ്യം നോക്കടാ. എലുസിഡേറ്റ് ദ റോൾ ഓഫ് ദ റിനൈസൻസ് ഇൻ മേക്കിംഗ് ഹിസ്റ്റോഗ്രാഫി സയന്റിഫിക്. അതായത് നമുക്ക് പറഞ്ഞ നവോത്ഥാനം എല്ലാ മേഖലയിലും മാറ്റം കൊണ്ടുവന്നിരുന്നു. അതുപോലെ റിനൈസൻസ് ഏതില്, നമ്മുടെ ഹിസ്റ്റോഗ്രാഫിയിൽ, ചരിത്ര രചനയിൽ കൊണ്ടുവന്ന മാറ്റമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അന്നത്തെ കാലത്ത് മധ്യകാലഘട്ടം അല്ലെങ്കിൽ മിഡീവൽ പീരീഡിൽ മനുഷ്യന്റെ ചരിത്രത്തിന് യാതൊരു ഇമ്പോർട്ടൻസും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ചോ മനുഷ്യന്റെ നേട്ടങ്ങളെക്കുറിച്ചോ ഇതൊന്നും എവിടെയും പഠിച്ചിരുന്നില്ല, ആരും പഠിപ്പിച്ചിരുന്നില്ല, ആരും എഴുതിയും വെച്ചിരുന്നില്ല. എന്നാൽ അന്ന് പ്രധാനമായിട്ടും ചരിത്രം എന്ന് പറഞ്ഞാൽ മതങ്ങളുടെ ചരിത്രമായിരുന്നു. മതങ്ങൾ വന്നത്, പ്രവാചകന്മാർ ജനിച്ചത്, മാലാഖമാരുടെ കഥകൾ, ഭൂതങ്ങളുടെ കഥകൾ, പിശാചുക്കളുടെ കഥകൾ, സ്വർഗത്തിലെ കഥകൾ, നരകത്തിലെ കഥകൾ, പിന്നെ വൈദികന്മാരുടെ കഥകൾ, ഇതൊക്കെയായിരുന്നു അന്നത്തെ ചരിത്രം. അപ്പം മതമായിരുന്നു അന്നത്തെ ചരിത്രം, മതത്തിന്റെ ചരിത്രം. എന്നാൽ അതിനു പകരം മനുഷ്യന്റെ ചരിത്രത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ചരിത്രരചനയെ മാറ്റിമറിച്ച് നമ്മുടെ നവോത്ഥാന ചരിത്രത്തിലൂടെ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ശ്രദ്ധിക്ക്. ഒന്നാമത്തെ, ട്രാൻസിഷൻ ടു സെക്യുലറിസം. Okay, then okay, there was a transition from the medieval Christian tradition to a secular life through in the historiography. അതായത് ചരിത്ര രചനയിൽ എന്ത് സംഭവിച്ചു, മധ്യകാലഘട്ടത്തിലെ ക്രൈസ്തവ അധിഷ്ഠിത ചിന്താഗതികളിൽ നിന്നും മാറി ലോക കാര്യങ്ങൾക്കും മതേതര ജീവിതത്തിനും ചരിത്ര രചനയിൽ പ്രാധാന്യം ലഭിച്ചു. ചരിത്രം എന്നത് ദൈവഹിതത്തിന് പകരം മനുഷ്യന്റെ പ്രവർത്തികളുടെ ഫലമാണെന്നുള്ള കാഴ്ചപ്പാട് ഉടലെടുത്തു. അതായത് ചരിത്രം, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ കുത്തകയല്ല, അത് മനുഷ്യന്റെ കൂടി ചരിത്രമാണെന്ന് എന്ത് ചെയ്തു, ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പിന്നെ ഹ്യൂമൻ സെന്റേർഡ് ഫോക്കസ്, അതായത് മനുഷ്യന് പ്രാധാന്യം ലഭിച്ചു. ഹ്യൂമൻ സെന്റേർഡ് എക്സ്പെക്ടേഷൻ ആൻഡ് ഇന്റർപ്രിറ്റേഷൻ ഗെയിൻഡ് റെക്കഗ്നിഷൻ ആൻഡ് ഹ്യൂമൻ ലൈഫ് ബിക്കെയിം ദ ഫോക്കസ് ഓഫ് ഹിസ്റ്റോറിയൽ നറേറ്റീവ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്രോണിക്കിൾസ് ഓഫ് മങ്സ്. അതായത് സന്യാസിമാര് അല്ലെങ്കിൽ പുരോഹിതന്മാർ എഴുതിയിരുന്ന മതപരമായ കുറിപ്പുകൾക്ക് പകരം മനുഷ്യ ജീവിതത്തിന് ചരിത്രത്തിൽ മുഖ്യ സ്ഥാനം ലഭിച്ചു. ചരിത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കി ചരിത്ര സംഭവങ്ങളിലെ മനുഷ്യന്റെ തീരുമാനങ്ങളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അത് ക്രിറ്റിക്കൽ തിങ്കിങ്, അതായത് വിമർശനാത്മകമായിട്ടുള്ള ഒരു ചിന്താരീതിയാണ്. വിത്ത് ദ എമർജൻസ് ഓഫ് ഹ്യൂമാനിസം, ക്രിറ്റിക്കൽ തിങ്കിങ് ഗെയിൻഡ് സിഗ്നിഫിക്കൻസ് ആൻഡ് സയന്റിഫിക് എൻക്വയറി റീപ്ലേസ്ഡ് ദ സ്റ്റോറീസ് ആൻഡ് മിത്സ്. അതായത് ഹ്യൂമാനിസത്തിന്റെ വളർച്ചയോട് കൂടിയിട്ട് കാര്യങ്ങളെ യുക്തിപൂർവ്വം ചിന്തിക്കാൻ, സയന്റിഫിക്കലായിട്ട് പഠിക്കാനും, അതേപോലെ തന്നെ പിന്നെ കെട്ടുകഥകൾക്കും അതുപോലെ തന്നെ ഐതിഹ്യങ്ങൾക്കും പകരം ശാസ്ത്രീയമായ അന്വേഷണ രീതികൾ ചരിത്രരചനയുടെ ഭാഗമായി. പണ്ട് ഭൂതങ്ങൾ, പ്രേതങ്ങൾ, പിശാചുകൾ, ഇതൊക്കെയായിരുന്നു ചരിത്രം. നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മളെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് വിത്തുകൾ. ചിലർ വിശ്വസിക്കുന്നു, ചിലർ വിശ്വസിക്കുന്നില്ല, ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ടൊക്കെ ഉണ്ട് അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ള ശാസ്ത്രീയത ഇല്ലാത്ത യാതൊരു തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ എന്നൊക്കെ പറയാം അല്ലെ, അങ്ങനെ ഓരോരുത്തർ പടച്ചു വിട്ടിട്ടുള്ള കഥകളൊക്കെ ചരിത്രമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയും. എന്തായാലും അത്തരത്തിൽ യാതൊരു സയന്റിഫിക്കൽ പ്രൂവ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ചരിത്രത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല. സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത കാര്യങ്ങൾ മാത്രമേ ചരിത്രത്തിൽ ഉൾപ്പെടുത്താൻ പറ്റൂ. തെളിവുകൾ വേണം എന്നുള്ള ഒരു രീതിയൊക്കെ ആ കാലഘട്ടത്തിൽ മാറി. ഇനി അടുത്തത് യൂസ് ഓഫ് എവിഡൻസ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് തെളിവുകൾ അല്ലേ. ഓക്കെ, ഹിസ്റ്റോറിയൻസ് ബിഗാൻ ടു പ്ലേസ് ഗ്രേറ്റർ എംഫസിസ് ഓൺ ആർക്കിയോളജിക്കൽ എവിഡൻസ് സച്ച് ആസ് ഇൻസ്ക്രിപ്ഷൻസ്, കോയിൻസ് ആൻഡ് ആൻഷ്യന്റ് മാനുസ്ക്രിപ്റ്റ്സ്. അതായത് ചരിത്രകാരന്മാർ ചരിത്രങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശിലാലിഖിത ചിത്രങ്ങൾ, നാണയങ്ങൾ, പുരാതന കയ്യെഴുത്തു പ്രതികൾ തുടങ്ങിയ പുരാവസ്തുക്കളുടെ തെളിവുകൾ ചരിത്രകാരന്മാർ കൂടുതൽ പ്രാധാന്യം നൽകി തുടങ്ങി. അതേപോലെ വെറും കേട്ടറിവുകളെക്കാൾ ഉപരിയായി കൃത്യതയാർന്ന തെളിവുകൾ അവർ തേടി. വെറുതെ അങ്ങോട്ട് എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് ചരിത്രമായിട്ട് എഴുതുന്നതിന് പകരം തെളിവുകൾ വേണം. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ച്, പണ്ടത്തെ ആളുകൾ, ഗുഹയിൽ താമസിച്ചിരുന്ന ആളുകളെ കുറിച്ച്, പാലിയോലിത്തിക്, നിയോലിത്തിക്, മെസോലിത്തിക് അല്ലെ, പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഗുഹകളിലായിരുന്നു ഒക്കെ. ഇതൊന്നും വെറുതെ പഠിച്ചതല്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെയൊക്കെ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഭൂമിൻ്റെ അടിയിൽ നിന്ന് പലരും നമ്മൾ കുഴിച്ചെടുത്തു, ഗുഹകളിൽ അവരുടെ ചിത്രങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചരിത്രം എഴുതുന്ന ഒരു രീതി നമ്മൾ തുടങ്ങി എന്നുള്ളതാണ് നവോത്ഥാന കാലഘട്ടത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ പോയിന്റ്
നോക്ക്. ഹിസ്റ്റോറിയൻസ് ലൈക്ക് ഫാബിയോ ബിയോണ്ടോ ആൻഡ് ലിയനാർഡോ ബിയോണി ഇൻട്രൊഡ്യൂസ്ഡ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹിസ്റ്ററി ഇൻ ടു ആൻഷ്യന്റ് മിഡീവൽ ആൻഡ് മോഡേൺ പീരീഡ്സ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ചരിത്രം മൂന്നെണ്ണാണ് അല്ലെ. പ്രാചീന കാലം, അതേപോലെ തന്നെ മധ്യകാലം, പിന്നെ ആധുനിക കാലം. അത് മധ്യകാലഘട്ടത്തിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലേക്ക്, അതായത് മിഡീവൽ പീരീഡിൽ നിന്ന് മോഡേൺ ഏജിലേക്ക് വന്ന കാലഘട്ടമാണല്ലോ റിനൈസൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ആ സിസ്റ്റത്തിലേക്ക് ഈ നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ പുതിയ ചരിത്രം മാറ്റിക്കുറിച്ചു. അതിനെ ചരിത്രത്തെ മൂന്നായി വിഭജിച്ച നവോത്ഥാന കാലഘട്ടത്തിലെ റിനൈസൻസ് പീരീഡിലെ എഴുത്തുകാരാണ് അല്ലെങ്കിൽ ചരിത്രകാരന്മാരാണ് ഫ്ലാവിയോ ബിയോണ്ടോ, അതേപോലെ തന്നെ ലിയനാർഡോ ബ്രോണി. ഓക്കെ, അപ്പൊ ഇവരുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. നവോത്ഥാന കാലഘട്ടത്തിലെ ചരിത്രകാരന്മാരാണ് കേട്ടോ. അടുത്ത ചോദ്യം നവോത്ഥാന കാലഘട്ടത്തിലെ ശാസ്ത്രത്തെ കുറിച്ചാണ്, സയൻസിനെ കുറിച്ചാണ്. സയൻസിൽ വലിയ മാറ്റങ്ങൾ ഈ നവോത്ഥാന കാലഘട്ടത്തിലുണ്ടായി. മധ്യകാലഘട്ടത്തിൽ മതത്തിന്റെ പിടിയിലാവപ്പെട്ടിട്ട് മര്യാദയ്ക്ക് ഒരു കാര്യം ചിന്തിക്കാനോ അല്ലെങ്കിൽ മതത്തെ വെല്ലുവിളിക്കാനോ ശേഷിയില്ലാത്ത ജനങ്ങളായിരുന്നു. ഒരുപാട് ചിന്തകന്മാരും ഒരുപാട് സയന്റിസ്റ്റുകളും അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ പറ്റാതെ മരിച്ചു പോയിരുന്നു അല്ലെ. അപ്പൊ എന്തായാലും അതൊക്കെ പൊളിച്ചടക്കിയിട്ട് പണ്ടത്തെ പല വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളാണ് മനസ്സിലാക്കി അതിനെയൊക്കെ തകർത്തെറിഞ്ഞിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ ആശയങ്ങളൊക്കെ രൂപപ്പെട്ടു വന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ നവോത്ഥാന കാലഘട്ടം അല്ലെങ്കിൽ റിനൈസൻസ് പീരീഡ്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ശാസ്ത്ര മാറ്റങ്ങളാണ് അന്നുണ്ടായത് കേട്ടോ. ആദ്യത്തെ പോയിന്റ് നോക്കടാ. ദ ജിയോസെൻട്രിക് മോഡൽ ഓഫ് ടോളമി വിച്ച് പൊസിഷൻഡ് എർത്ത് അറ്റ് ദ സെന്റർ റിമൈൻഡ് അൺചലഞ്ച്ഡ് അൺടിൽ ദ 16th century, but Nicolaus Copernicus presented the revolutionary argument that the sun, not the earth, is the center of the universe. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിൽ ഞങ്ങൾക്ക് പറഞ്ഞതാണ്. പണ്ട് ക്രിസ്തീയ വിശ്വാസ പ്രകാരവും അതേപോലെ ടോളമി എന്ന് പറഞ്ഞിട്ടുള്ള പണ്ടത്തെ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞ ഒരു ചിന്തകൻ പറഞ്ഞത് എന്താന്ന് വിചാരിച്ചാല് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന്. അപ്പൊ വൈദികന്മാർ അത് പറഞ്ഞു പഠിപ്പിച്ച് അന്നത്തെ ആളുകളൊക്കെ 16ാം നൂറ്റാണ്ട് വരെ അതായിരുന്നു വിശ്വസിച്ചിരുന്നത്. സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ആകാശഗോളങ്ങളും ഈ ഭൂമിയാണ് ചുറ്റിക്കറങ്ങുന്നത്, ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം, ഭൂമി ഇങ്ങനെ അനങ്ങാതൊക്കെയാണ് ബാക്കിയുള്ളവരൊക്കെ കറങ്ങാന്ന്. ഈ മണ്ടന്മാരെ മേലേക്ക് നോക്കിയപ്പോൾ നക്ഷത്രങ്ങളൊക്കെ കറങ്ങണ കണ്ടപ്പോൾ അവർ വിചാരിച്ചു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണ കണ്ടപ്പോൾ ഭൂമിയാണ് നിൽക്കുകയെന്നാണ് ഇവന്മാർ വിചാരിച്ചത്. എന്നാൽ ആ സിദ്ധാന്തം തന്നെ തെറ്റാണെന്ന് നിക്കോളാസ് കോപ്പർനിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് പിന്നീട് തെളിയിക്കുകയുണ്ടായി. അത് വലിയൊരു ചരിത്രമായിരുന്നു. പക്ഷേ ഇതിന്റെ കോമഡി എന്താ വെച്ചാൽ ഇതൊന്നും വിശ്വസിക്കാൻ അന്നത്തെ വൈദികർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വേറൊരു കോമഡി കേട്ടോ. ദെൻ അടുത്തത് എന്താണ്? Copernicus demonstrated that the earth and other planets revolved around the sun. അതായത് നമ്മുടെ ഭൂമി ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ഗ്രഹങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ആകാശഗോളങ്ങളൊക്കെ സൂര്യനെ ചുറ്റിക്കറങ്ങുന്നതൊക്കെ കോപ്പർനിക്കസ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാദിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് തെളിയിച്ചു എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. ഇനി ഗലീലിയോയുടെ കോൺട്രിബ്യൂഷൻ ആണ് അടുത്തത്. എന്താ? യൂസിങ് എ ടെലസ്കോപ്പ് ഹി ഡിസൈൻഡ്, ഗലീലിയോ ഡിസ്കവേർഡ് ദ സാറ്റലൈറ്റ്സ് ഓഫ് ജൂപ്പിറ്റർ ആൻഡ് റിംഗ്സ് ഓഫ് സാറ്റേൺ, പ്രൊവൈഡിങ് conclusive evidence for the Copernicus principles. നമ്മുടെ ഗലീലിയോ ദൂരദർശിനി എന്ന് പറഞ്ഞൊരു സാധനം കണ്ടുപിടിച്ചു, ടെലസ്കോപ്പ്. എന്നിട്ട് ഈ വൈദികന്മാരോടും ഈ പറഞ്ഞിട്ടുള്ള മധ്യകാലഘട്ടത്തിലെ ആളുകളോടൊക്കെ ഈ മണ്ടം വിശ്വാസങ്ങൾ പുലർത്തിയിരുന്ന ആളുകളോട് പറഞ്ഞു നോക്കടാ, കണ്ണു തുറന്ന് നോക്ക്. എന്നിട്ട് കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം ശരിയാണെന്ന് ഗലീലിയോ കണ്ടെത്തി. ഗലീലിയോ ആളുകൾക്ക് കാണിച്ചു കൊടുത്തു എന്ത്? സൂര്യന് ചുറ്റും ആകാശഗോളങ്ങൾ കറങ്ങുന്നത്. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിൽക്കുന്ന ഭൂമിയും ഇതുപോലെ തന്നെയാണ് മക്കളെ, സൂര്യനെയാണ് ചുറ്റി കറങ്ങുന്നത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജൂപ്പിറ്റർ, വ്യാഴം പോലുള്ള ഗ്രഹങ്ങളുടെ ഈ ഉപഗ്രഹങ്ങളെ കുറിച്ചും അതേപോലെ ശനിയുടെ വലയങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ഗലീലിയോ കണ്ടെത്തി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും മറ്റേ സിംഗന്മാർ വിശ്വസിച്ചിട്ടില്ല. ഗലീലിയോയുടെ ശിഷ്യന്മാരൊക്കെ ഈ ഒരു ആശയം പറഞ്ഞതിന് ചുട്ടുകൊല്ല ആൾക്കാരാണ്. ഗലീലിയോയെ വീട്ടുതടങ്കലിലാക്കി ഇമ്മാരി മൊയ്ന്തകളായിരുന്നു അന്നുണ്ടായിരുന്നുള്ള വേറെ തമാശ. ഇനി അടുത്ത് നോക്കി. ജോഹന്നാസ് കെപ്ലർ റിവീൽഡ് ദാറ്റ് ദ സ്പീഡ് ഓഫ് ദ പ്ലാനറ്റ്സ് വേരിഡ് ബേസ്ഡ് ഓൺ ദെയർ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ, ലേയിങ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ഐസക് ന്യൂട്ടൺസ് തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ. അതായത് സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ സ്പീഡിൽ മാറ്റം വരുന്നുവെന്ന് ജോഹന്നാസ് കെപ്ലർ എന്നൊരു സയന്റിസ്റ്റ് കണ്ടെത്തി. ഇതാണ് ഐസക് ന്യൂട്ടൺ പിന്നീട് നമ്മുടെ ഗുരുത്വാകർഷണ ഫലത്തിന്റെ ഒക്കെ ഒരു തിയറി ഒക്കെ മൂപ്പരുണ്ടാക്കുന്നത്, ഗ്രാവിറ്റേഷണൽ തിയറി അല്ലെ. അപ്പൊ അതൊക്കെ ഉണ്ടാക്കാനും തന്റെ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ നമ്മുടെ ഐസക് ന്യൂട്ടന് പിൽക്കാലത്തേക്ക് എന്ത് നൽകിയത്, ഒരു മോട്ടിവേഷൻ നൽകിയത് കെപ്ലറുടെ ഈ ഒരു തിയറിയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ റിഫോർമേഷൻ അതുപോലെ തന്നെ കൗണ്ടർ റിഫോർമേഷൻ, അതായത് നമ്മുടെ ഈ ഒരു റിനൈസൻസ് കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ മതങ്ങളുടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ചില ജനങ്ങൾ എന്ത് ചെയ്തു, ചോദ്യം ചെയ്യാൻ തുടങ്ങി. അത് മതത്തിൽ ചെറുതായിട്ട് വിള്ളലുണ്ടാക്കി, ക്രിസ്തു മതം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ കാരണമായി. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. The influence of humanism became the reason for the reformation. മതനവീകരണത്തിലേക്ക് ഇത് കാരണമായി. ഒരു നവോത്ഥാന കാലഘട്ടത്തിൽ മാനവികത എന്ന ആശയം കാരണമായി. ആ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, നമ്മളോടൊന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നവോത്ഥാന കാലഘട്ടത്തിൽ മതത്തിന് സംഭവിച്ചത്. ശ്രദ്ധിക്കുകയും. സാറ്ററിക്കൽ വർക്ക്സ് ബൈ ഹ്യൂമനിസ്റ്റ് ലൈക്ക് ഇറാസ്മസ് ആൻഡ് ക്രിറ്റിക്സ് ബൈ ദ
others laid the groundwork for the protest against a certain belief in Catholic Church. അതായത് ഇറാസ്മസിന്റെ ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്നൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്നത്തെ പുരോഹിത വർഗത്തിന്റെ ചൂഷണങ്ങളും അതേപോലെ തന്നെ ഇവർ പറഞ്ഞു വരുത്തിയിട്ടുള്ള കുറെ അന്ധവിശ്വാസങ്ങളൊക്കെയാണ് അയാൾ കളിയാക്കിക്കൊണ്ട് പുസ്തകങ്ങളൊക്കെ എഴുതിയത്. അപ്പൊ ഇറാസ്മസിനെ പോലെ ഒരുപാട് ആളുകൾ അന്ന് ഈ അന്നത്തെ ക്രിസ്തീയ വിശ്വാസങ്ങൾക്കെതിരെ കളിയാക്കിക്കൊണ്ടൊക്കെ അവരുടെ അന്ധവിശ്വാസങ്ങൾ ഇവർ പ്രചരിപ്പിക്കുന്ന കള്ളത്തരങ്ങൾക്കെതിരെയൊക്കെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്തു, പരിഹാസ രൂപേണയുള്ള അങ്ങനെയുള്ള കൃതികളൊക്കെ എന്ത് ചെയ്തു, കത്തോലിക്ക സഭയിലെ ചില വിശ്വാസങ്ങൾക്കെതിരെ പ്രതിഷേധങ്ങൾ ഉളവാക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കി. അപ്പൊ ജനങ്ങളും പള്ളിയൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്താനൊക്കെ തുടങ്ങി. ഇവന്മാരെന്താ ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇനി അടുത്ത മെയിനായിട്ട് ഈ മതം സ്പ്ലിറ്റ് ആവാനുള്ള മെയിൻ കാരണം എന്താ നമുക്ക് നോക്കാം. എന്താണ്? ബിലീവേഴ്സ് പ്രൊട്ടസ്റ്റഡ് ദ സെയിൽ ഓഫ് ഇൻഡൾജൻസസ് വിച്ച് ദ ചർച്ച് ക്ലെയിംഡ് വുഡ് റിഡീം ദ ഇൻഡിവിജ്വൽസ് ഓഫ് ദെയർ സിൻസ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് മണി. അത് നമ്മുടെ പള്ളിക്ക്, അതായത് യൂറോപ്പിൽ പള്ളിക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട്, പള്ളിയുടെ പുനരുദ്ധാരണത്തിനൊക്കെ പണം കിട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ അച്ഛന്മാർ ചെറിയൊരു ഉടായ്പ ചെയ്തു. ആ ഉടായ്പ വേറൊന്നുമല്ല, അവർക്ക് ഇൻഡൾജൻസ് പാപമോചന പത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പേപ്പറിൽ കുറച്ച് ദൈവവചനങ്ങളൊക്കെ എഴുതിങ്ങാണ്ട് ഓരോരു ഉടായ്പ സാധനം ഉണ്ടാക്കി. എന്നിട്ട് അതെല്ലാവരോടും പൈസ കൊടുത്ത്, ഭക്തന്മാരോട് പൈസ കൊടുത്ത് വാങ്ങാൻ പറഞ്ഞു. ഇന്നുകൊണ്ട് ഇതേമാതിരി ആളുകളെ പറ്റിക്കുന്ന വൈദികന്മാരും അതേപോലെ തന്നെ ഓലിയന്മാരും അതേപോലെ തന്നെ പൂജാരിമാരൊക്കെ ഇന്നുണ്ട് അല്ലെ, ഇത്തരത്തിൽ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ. എന്തായാലും ഇത് പണ്ടും അന്നും ഇന്നും ഒക്കെ ഒരേപോലെ തന്നെയാണ്. എന്തായാലും വിശ്വാസികളായ ആളുകളെ പറ്റിച്ചുകൊണ്ട് മെല്ലെ ഒരു പാപമോചന പത്രം, ഒരു ഇന്റലിജൻസ് ഉണ്ടാക്കിയിട്ട് അത് വിറ്റുകൊണ്ട് പണം ഉണ്ടാക്കാമെന്നായിരുന്നു ഇവരുടെ ഉടായ്പ്. പക്ഷെ അതൊരു കള്ളത്തരമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു. അത് പൊളിച്ചേരിയാളാണ് നമ്മുടെ മാർട്ടിൻ ലൂതർ കേട്ടോ. സോ വിശ്വാസികൾ ഇത് കള്ളത്തരമാണ്, ഇങ്ങനെയൊന്നും ചൂഷണം ചെയ്യരുത് എന്ത് ചെയ്തു, അവര് വാദിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യാമോ അല്ലെ. സോ നോക്ക് മാർട്ടിൻ ലൂതറുടെ റോൾ എന്താ നോക്കാം. 1517 മാർട്ടിൻ ലൂതർ പോസ്റ്റഡ് 95 theses ഓൺ ദ വിറ്റൻബർഗ് കത്തീഡ്രൽ ടു സ്പാർക്ക് ഐഡിയോളജിക്കൽ ഡിബേറ്റ്. അപ്പൊ മാർട്ടിൻ ലൂതർ ഇതിനെ ശക്തമായിട്ട് എതിർത്തിരുന്നു. ഇന്റലിജൻസ് വെക്കുന്നതിനെ കുറിച്ചും അതേപോലെ തന്നെ ഈ അച്ഛന്മാരുടെ ചൂഷണം, അവരുടെ ആർഭാട ജീവിതം, ഇതിനെതിരെയൊക്കെ മാർട്ടിൻ ലൂതർ ശക്തമായിട്ട് എതിർത്തിരുന്നു. അപ്പൊ തന്റെ വാദഗതികൾ എഴുതിയിട്ടുള്ള 95 theses എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം അയാൾ എഴുതുകയും അത് അയാൾ എന്ത് ചെയ്തു, വിറ്റൻബർഗ് ദേവാലയത്തിലെ ഒരു പ്രൊഫസറും കൂടിയായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം ആ ദേവാലയത്തിന്റെ വാതിൽ ദാണിയടിച്ച് നോക്കി, തന്നോട് വാദപ്രതിവാദം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ വരി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാരെന്ത് ചെയ്തറിയോ, ഈ സാധനം എടുത്തുങ്ങാണ്ട് പുസ്തകമാക്കിങ്ങാണ്ട് നാട്ടിൽ മൊത്തം വിതരണം ചെയ്ത്. ഇത് ജർമ്മൻ ഭാഷ, അന്നൊക്കെ ഈ അച്ചടി മെഷീൻസ് ഒക്കെ, പ്രിന്റിംഗ് പ്രസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇവന്മാർ ഇതെല്ലാം എടുത്തുകാണ്ട് കോപ്പി ആയിട്ട് കൊടുത്തു. അങ്ങനെ എല്ലാവരും അറിഞ്ഞു, അച്ഛന്മാരെ കള്ളത്തരൊക്കെ എല്ലാവരും അറിഞ്ഞു. ആ ഗണനീയറായില്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ലൂതേഴ്സ് വർക്ക് വാസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം ലാറ്റിൻ ഇൻ ടു ജർമ്മൻ ആൻഡ് വൈഡ്ലി ഡിസമിനേറ്റഡ്, മാർക്കിംഗ് ദ ബിഗിനിങ് ഓഫ് ദ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ. അതായത് മാർട്ടിൻ ലൂതറുടെ ഈ ഒരു പുസ്തകം, ഈ ഒരു 95 theses എന്ന പുസ്തകം ആരൊക്കെയോ ചേർന്നുകാണ്ട് അത് ലാറ്റിൻ ഭാഷയിലാണ് മൂപ്പര് എഴുതിയത്. പള്ളിയിലച്ചന്മാർ മാത്രം വായിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മൂപ്പര് മതം സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതൊന്നല്ല, ഒരു ആർഗ്യുമെന്റ് നടത്താനും അച്ഛന്മാരൊന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ സംഗതി ആകെ ഗുൽമാലായി. അത് ആരൊക്കെ എടുത്തുകാണ്ട് ലാറ്റിൻ ഭാഷ എന്ന് ജർമ്മൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ജർമ്മനിയിലാണ് റിഫോർമേഷൻ തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാവരും അറിഞ്ഞ്, നാട്ടുകാർ മൊത്തം അറിഞ്ഞ് ആകെ നാളം കെട്ടും അല്ലെ. അതോട് കൂടിയിട്ട് മതത്തിൽ 2 ആർഗ്യുമെന്റ് ഉണ്ടായി. കുറെ പേര് മാർട്ടിൻ ലൂതറുടെ കൂടെ കൂടി. അവരെയാണ് നമ്മൾ പ്രൊട്ടസ്റ്റന്റുകൾ എന്ന് പറയുന്നത്, മതത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് വന്ന ആൾക്കാർ അല്ലെ. എന്തായാലും സംഗതി നല്ല കാര്യത്തിനാണ് കേട്ടോ. കാരണം ഇവന്മാരുടെ ഈ ഒരു ചൂഷണമൊക്കെ തടയണ്ടേ, മതത്തെ നന്നാക്കി എടുക്കണ്ടേ അല്ലെ. ദെൻ ഓക്കെ, അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. Rulers encouraged the Reformation to limit the powers of the clergy and the church courts regarding taxation and appointments. അപ്പോൾ ഈ ചർച്ച് ഭയങ്കര പവർഫുൾ ആയിരുന്നു അന്ന്. ചർച്ച് എന്നുള്ള വിശ്വാസമല്ല ഏറ്റവും വലുത്. അപ്പം വലിയ വലിയ രാജാക്കന്മാരെക്കാളും പവർഫുൾ ആയിരുന്നു അന്ന് ചർച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ചർച്ചിനൊന്ന് ഒതുക്കി നിർത്തണം, ഈ വൈദികന്മാരെയും ബിഷപ്പിനെയൊക്കെ ഒന്ന് അത് അടക്കി നിർത്തണമെന്ന് അവിടുത്തെ ഭരണാധികാരികളും ഒന്ന് ആഗ്രഹിച്ച സമയത്താണ് ജനങ്ങൾക്കിടയിൽ തന്നെ ഇങ്ങനത്തെ ഒരു ബോംബ് പൊട്ടിയത്. അപ്പൊ ജനങ്ങളോടൊപ്പം ഈ പ്രൊട്ടസ്റ്റന്റുകളോടൊപ്പം ആരും ചേർന്നു, രാജാക്കന്മാരും ചേർന്നു ഈ വൈദികരുടെ ചൂഷണങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കണം. കാരണം ഇവന്മാർക്ക് ടാക്സ് കുറവ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഫ്രഞ്ച് റവല്യൂഷനിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും. രാജാവ് കഴിഞ്ഞാൽ പുരോഹിതന്മാർക്ക്, ക്ലർജിക്കായിരുന്നു ഭയങ്കര ഇമ്പോർട്ടൻസ് ഒക്കെ അല്ലെ. രാജാവിനേക്കാൾ പവറായിരുന്നു ക്ലർജിക്ക്. അതൊക്കെയാണ് കോമഡി. അപ്പൊ എന്തായാലും രാജാക്കന്മാരും ഈ പ്രൊട്ടസ്റ്റന്റുകൾക്ക് വേണ്ട സപ്പോർട്ടുകളൊക്കെ കൊടുത്തപ്പോൾ അവസാനം മതങ്ങൾ അങ്ങോട്ട് ഇടം അല്ലെ. അതായത് നമ്മുടെ കാത്തലിക്സ് മതം എന്ന് പറഞ്ഞിട്ടുള്ള കത്തോലിക്ക സഭ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പ്രൊട്ടസ്റ്റന്റുകൾ അതേപോലെ തന്നെ കാത്തലിക്സ് എന്ന രീതിയിൽ 2ആയിട്ട് മാറി.
ഇനി അടുത്ത കോമഡി എന്താ വെച്ചാൽ അടുത്ത ചോദ്യമാണ്, നമ്മൾ അടുത്തൊരു ചോദ്യമായിട്ട് തന്നെയാണ് കൊടുത്തത്. ഇങ്ങനെ കത്തോലിക്ക സഭ രണ്ടായിട്ട് പിരിഞ്ഞപ്പോഴാണ് പോപ്പിനും അതേപോലെ തന്നെ വൈദികന്മാർക്കൊക്കെ ബോധം വന്നത്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ മതത്തിന് വലിയ പ്രശ്നമാവും, അവരിതുവരെ ജീവിച്ച രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങളെ തിരിച്ച് വീണ്ടും ആ പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം, ബിഷപ്പിന്റെ പഴയ പവറിലേക്ക് തിരിച്ചെത്തണം. അതായത് കത്തോലിക്ക സഭ വിട്ടുപോയിട്ടുള്ള പ്രൊട്ടസ്റ്റന്റുകളൊക്കെ തിരിച്ച് വീണ്ടും കത്തോലിക്ക സഭയിലേക്ക് തന്നെ കൊണ്ടുവരണം. അത് കൊണ്ടുവരണമെങ്കിൽ ഭീഷണിയും വേണം, അതേപോലെ ബോധവൽക്കരണം വേണം. അപ്പൊ എങ്ങനെയൊക്കെയാണ് ആ കത്തോലിക്ക സഭ തങ്ങളുടെ പഴയ പ്രതാപം തിരിച്ചു പിടിച്ചത് എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ പ്രതിനവീകരണം അല്ലെങ്കിൽ കൗണ്ടർ റിഫോർമേഷൻ, ഒരു കൗണ്ടർ അറ്റാക്ക് നടത്താണ് റിഫോർമേഷന് എതിരായിട്ട് അല്ലെ. അതെങ്ങനെയാണ് നടന്നത് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവർ ചെയ്തത് എന്താ പരിപാടി, ഇവര് ഒരു കൗൺസിൽ ഓഫ് ട്രെൻഡ് എന്ന് പറഞ്ഞൊരു സഭ വിളിച്ചു കൂട്ടി, അച്ഛന്മാരുടെ ഒരു സഭ വിളിച്ചു കൂട്ടി. ഇത് വലിയൊരു ഇഷ്യൂ ആണല്ലോ, മതം രണ്ടായിട്ട് മാറാൻ പോവാണ് അല്ലെ. ചർച്ച് ലീഡർഷിപ്പ് ദ കൗൺസിൽ ഓഫ് ട്രെൻഡ് ടു കറക്റ്റ് ഇൻ എറോണിയസ് ടെൻഡൻസീസ് ആൻഡ് ഇംപ്ലിമെന്റ് റിഫോംസ്. അപ്പൊ നമ്മുടെ സഭക്കുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അച്ഛന്മാരിൽ ചിലരൊക്കെ വളരെ മോശമായിട്ടാണ്, വളരെ ദൂരത്തിലാണ് ജീവിക്കുന്നത്, കുറെ കള്ളത്തരങ്ങൾ നടത്തുന്നുണ്ട് എന്നൊക്കെ ഈ സഭക്ക് മനസ്സിലായി. അങ്ങനെ സഭയിലെ എല്ലാ രാജ്യങ്ങളിലെയും സഭയിലെ പ്രമാണിമാരായിട്ടുള്ള വലിയ ബിഷപ്പുമാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അവരെന്ത് ചെയ്തു, ഇവരുടെ തെറ്റുകളൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് ഒരു ചർച്ചയൊക്കെ നടത്തി. ആ ചർച്ചയുടെ ഫലമായിട്ട് ഇവരെന്ത് ചെയ്തു, ആസ് എ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് ദീസ് റിഫോംസ് ദ സെയിൽ ഓഫ് ഇൻഡൽജൻസസ് വാസ് ഒഫീഷ്യലി ബാൻഡ്. അപ്പൊ ഇൻഡൽജൻസസ്, പാപമോചന പത്രം എന്ന് പറഞ്ഞ പരിപാടി ഇനി വെക്കണ്ട, അത് തെറ്റാണ് എന്ന് ആരും തിരിച്ചറിഞ്ഞ്, സഭയും തിരിച്ചറിഞ്ഞ് അവരത് കണ്ട് നിരോധിച്ചു. അപ്പൊ മാർട്ടിൻ ലൂതറുടെ പ്രവർത്തനങ്ങൾ എന്തായി, വിജയിച്ചു അല്ലെ, വിജയിച്ചു. ചർച്ച് അത്തരത്തിലുള്ള ചെറ്റ പരിപാടികളൊക്കെ നിർത്തി. ഇനി അടുത്തെന്താണ്, ദ ഇൻഡെക്സ്. ദ ചർച്ച് പബ്ലിഷ്ഡ് ദ ഇൻഡെക്സ് വിച്ച് വാസ് എ ലിസ്റ്റ് ഓഫ് ബുക്സ് ദാറ്റ് ബിലീവേഴ്സ് വെർ നോട്ട് അലൗഡ് ടു റീഡ്. ഇനി അടുത്ത പരിപാടി എന്താന്ന് വിചാരിച്ചാൽ റിനേസൻസ് കാലഘട്ടത്തിലെ ചില എഴുത്തുകാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറാസ്മസ്, അതുപോലെ തന്നെ ദാന്തയുടെ ഡിവൈൻ കോമഡി, ഇറാസ്മസിന്റെ ഇൻ പ്രൈസ് ഓഫ് ഫോളി, ഇങ്ങനെയൊക്കെയുള്ള കുറെ പുസ്തകങ്ങൾ, കുറെ എഴുത്തുകാരുണ്ട് റിനേസൻസ് കാലഘട്ടത്തിലെ, നവോത്ഥാന കാലഘട്ടത്തിലെ. ഈ എഴുത്തുകാരൊക്കെ അന്നത്തെ ഈ വൈദികരുടെയും പുരോഹിതന്മാരുടെയൊക്കെ ചൂഷണങ്ങളും അവരുടെ ആർഭാട ജീവിതത്തെ കുറിച്ച് കളിയാക്കിക്കൊണ്ടൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ, അന്നത്തെ അന്ധവിശ്വാസങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ, ആക്ഷേപഹാസ്യ കഥകളൊക്കെ എഴുതിയിരുന്നു, സാറ്ററിക്കൽ ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ. ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ജനങ്ങൾ വഴിതെറ്റി പോകുന്നു എന്ന് പള്ളി മനസ്സിലാക്കി. അതോടുകൂടിയിട്ട് ഈ കൗൺസിൽ ഒരു തീരുമാനമെടുത്തു, ഇൻഡെക്സ് എന്നൊരു പട്ടിക തയ്യാറാക്കിയിട്ട് ഇത്തരത്തിൽ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന, വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന എന്ന് പറയാൻ പറ്റില്ല, അന്ധവിശ്വാസത്തിന് മാറ്റാണല്ലോ, പക്ഷേ പള്ളിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വിശ്വാസമാണല്ലോ. അപ്പോൾ പള്ളിയുടെ വിശ്വാസങ്ങൾക്കെതിരായിട്ടും അച്ഛന്മാർക്കെതിരായിട്ടും സംസാരിക്കുന്ന എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളെയും ഇൻഡെക്സ് എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ട് അതൊക്കെ നിരോധിച്ചു. അത് ഞാനും വായിക്കാനും പാടില്ല, വെക്കാനും പാടില്ല. അടിപൊളി അല്ലെ. പിന്നെന്താണ്, സൊസൈറ്റി ഓഫ് ജീസസ്. ഇത് വലിയൊരു ഹൈലൈറ്റ് ആണ്. അതായത് ഇഗ്നേഷ്യസ് ലയോള സെറ്റപ്പ് ദ സൊസൈറ്റി ഓഫ് ജീസസ് ഹൂസ് മെമ്പേഴ്സ് ഒബ്സ്റ്റൈൻഡ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ആൻഡ് അൺക്വസ്റ്റ്യൻഡ് ഒബീഡിയൻസ്. അതായത് ഇഗ്നേഷ്യസ് ലയോള എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര കത്തോലിക്ക ഭക്തനായിട്ടുള്ള ഒരു വ്യക്തി ഒരു സൊസൈറ്റി ഓഫ് ജീസസ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. കുറെ അച്ഛന്മാരും കുറെ യുവാക്കളൊക്കെ ഉള്ള ഒരു സംഘടന, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സംഘടനയായിരുന്നു. ഈ സംഘടന ഉപയോഗിച്ചിട്ട് ഇയാൾ ലോകം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട്, യൂറോപ്പിലെ പല രാജ്യങ്ങളും സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. പ്രൊട്ടസ്റ്റന്റുകളായിട്ടുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കാനും അതിലൂടെ കുറെ പേരെ തിരിച്ച് കാത്തലിക് സഭയിലേക്ക് തന്നെ കൊണ്ടുവരാനും അവർ സ്കൂളുകൾ സ്ഥാപിച്ചിട്ടും പലതരത്തിലുള്ള ഡ്രാമകളും മറ്റുള്ളതും പുസ്തകങ്ങൾ എഴുതിയിട്ടും അങ്ങനെ പല രീതിയിലൂടെ എന്ത് ചെയ്തു, ഈ മതത്തിന്റെ പ്രാധാന്യം ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുത്തിട്ട് ജനങ്ങളെ എന്ത് ചെയ്തു, വീണ്ടും വഴിതെറ്റിപ്പോയ കുഞ്ഞാടുകളെ തിരിച്ച് മതത്തിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തി. എതിർക്കുന്നവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് പണിഷ്മെന്റും കൊടുത്തു കേട്ടോ, ചെറിയ പരിപാടി ഒന്നല്ല. എന്തായാലും ഈ കത്തോലിക്ക സഭയുടെ കൗണ്ടർ റിഫോർമേഷനിൽ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് പങ്കെടുത്തൊരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഇഗ്നേഷ്യസ് ലയോള. ദ സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ദ അതോറിറ്റി ഓഫ് ദ ചർച്ച് ബൈ സെറ്റിംഗ് ഓഫ് സ്കൂൾസ് ആൻഡ് എൻഗേജിംഗ് ഇൻ ആക്റ്റീവ് മിഷണറി വർക്ക്സ്. അതായത് കുറെ സ്കൂളുകളും അതായത് ചർച്ചിന്റെ കീഴിൽ കുറെ സ്കൂളുകളും മിഷണറി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇവന്മാര് ആ വഴിതെറ്റിപ്പോയ കുഞ്ഞാടുകളെ, പ്രൊട്ടസ്റ്റന്റുകളായ ആളുകളൊക്കെ കുറേയൊക്കെ കാത്തലിക്സ് മതത്തിലേക്ക് തിരിച്ചു കൊണ്ടത്. എന്തായാലും കൗണ്ടർ റിഫോർമേഷനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായി. ഒന്ന്, അച്ഛന്മാരുടെ ചൂഷണവും മറ്റുള്ള കാര്യങ്ങളും ഈ പഴയ അന്ധവിശ്വാസങ്ങളും കുറേയൊക്കെ വേണ്ടാത്ത കാര്യങ്ങളും ഇല്ലാതായി. രണ്ടാമത്തത്, പ്രൊട്ടസ്റ്റന്റുകൾക്ക് അതിലേക്ക് പോയ കുറെ പേരെ എന്തിലേക്ക്, കാത്തലിക്സിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനും സാധിച്ചു. ഓക്കെ, അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് മക്കളെ. അതായത് അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് ദ റിനൈസൻസ് ഓൺ ലിറ്ററേച്ചർ ആൻഡ് ദ റോൾ ഓഫ് പ്രിന്റിംഗ് പ്രസ്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, ഗുട്ടൻബർഗ് ഈ കാലഘട്ടത്തിലാണ് പ്രിന്റിംഗ് പ്രസ്, അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്. അതാണ് ഈ പറഞ്ഞ എല്ലാ ഗുലുമാലകളും ഉണ്ടാക്കിയത് അല്ലേ. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടെ എല്ലാ പ്രാദേശിക ഭാഷകളിലേക്കും, ഇറ്റാലിയൻ ഭാഷയിലേക്കും ജർമ്മൻ ഭാഷയിലേക്കും ഇംഗ്ലീഷിലേക്കും ഒക്കെ എന്ത് ചെയ്തു, ബൈബിളും മറ്റുള്ള മതഗ്രന്ഥങ്ങളും മറ്റ് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളും ശാസ്ത്രഗ്രന്ഥങ്ങളും ഒക്കെ തർജ്ജമ ചെയ്യപ്പെട്ടു. അപ്പൊ എല്ലാവർക്കും വായിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഹൈലൈറ്റ്. അപ്പോൾ അറിവിന്റെ ഒരു വസന്തം സൃഷ്ടിച്ചെടുത്തത് ഈ പറഞ്ഞ മതങ്ങൾ തന്നെ സ്പ്ലിറ്റ് ആയതൊക്കെ, മാർട്ടിൻ ലൂതറുടെ കാര്യം നമ്മൾ പറഞ്ഞു, ഈ അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നവോത്ഥാനം, റിനേസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം, ആധുനികവൽക്കരണം ഉണ്ടായ തന്നെ ഈ അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം അതിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയിരുന്നു
എന്ന് മനസ്സിലാക്കുക. സോ എന്തൊക്കെ റോളായിരുന്നു നമുക്ക് നോക്കാം, ശ്രദ്ധിക്കുക. ഹ്യൂമാനിസം വിച്ച് ഫോക്കസ്ഡ് ഓൺ ഹ്യൂമാനിറ്റി ആൻഡ് ഹ്യൂമൻ നീഡ്സ് വാസ് റിഫ്ലക്റ്റഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ദ ലിറ്ററേച്ചർ ഓഫ് ദാറ്റ് പീരീഡ്. അതായത് മനുഷ്യനെയും മനുഷ്യന്റെ ആവശ്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന മനുഷ്യത്വവാദം, അതായത് മാനവികത എന്ന് പറയാം, മാനവികത എന്ന് പഠിച്ചാൽ മതി, അതാണ് ടെക്സ്റ്റിൽ കേട്ടോ. ഹ്യൂമാനിസം ഈ കാലഘട്ടത്തിലെ സാഹിത്യത്തിൽ വ്യാപകമായി പ്രതിഫലിച്ചു. Johannes Gutenberg established the first press in Europe in the 15th century using metal and marble type. Marble type ആയിട്ടുള്ള ഒരു ആദ്യത്തെ മെറ്റൽ ലോഹം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു അച്ചടി യന്ത്രം ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ് ഉണ്ടാക്കിയിരുന്നത്. Then the invention led to the progress of literacy and widespread dissemination of knowledge. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ സാക്ഷരതയുടെ പുരോഗതിയിലേക്കും അറിവ് ലോകത്തിലെ ജനങ്ങളിലേക്ക് എല്ലാവർക്കും എത്താൻ ഇത് കാരണമായി. Then with the printing press the people started reading literacy വർക്ക്സ് എക്സ്റ്റെൻസീവ്ലി. ഈ പ്രിന്റിംഗ് പ്രസിന്റെ കണ്ടുപിടുത്തത്തോടെ ആളുകൾ എല്ലാവരും സാഹിത്യകൃതികളൊക്കെ ഇഷ്ടം പോലെ വായിക്കാൻ തുടങ്ങി. അതായത് എല്ലായിടത്തും പുസ്തകങ്ങൾക്കൊക്കെ വില കുറഞ്ഞു. പേപ്പറുകൾ എല്ലായിടത്തും, പണ്ട് ലാറ്റിൻ ഭാഷയിൽ മാത്രം ലഭ്യമായിരുന്ന പല അമൂല്യ ഗ്രന്ഥങ്ങളും എല്ലാ ഭാഷയിലേക്കും പ്രാദേശിക റീജിയണൽ ലാംഗ്വേജസിലേക്കൊക്കെ വന്നിട്ട് എല്ലാവരും വായിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഹൈലൈറ്റ്. ദ ഇൻഫ്ലുവൻസ് എക്സ്റ്റെൻഡഡ് ബിയോണ്ട് ഇറ്റലി, ലീഡിംഗ് ടു ദ റിമാർക്കബിൾ വർക്ക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ കൺട്രീസ് ലൈക്ക് ദ നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, സ്പെയിൻ ആൻഡ് ഫ്രാൻസ്. അതായത് നവോത്ഥാനത്തിന്റെ സ്വാധീനം ഇറ്റലിക്ക് പുറത്തേക്ക് വ്യാപിച്ചു എന്നുള്ളതാണ്. ഇത് ഇറ്റലിയിലാണ് നവോത്ഥാനം ഉണ്ടായത്. ഈ പുസ്തകങ്ങളും കൃതികളൊക്കെ എഴുതപ്പെട്ടത് നമുക്കറിയാം ഇറ്റാലിയൻ ഭാഷയിലാണ് ആദ്യമായിട്ട് എഴുതപ്പെട്ടതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ പ്രിന്റിംഗ് പ്രസ് വന്നതോട് കൂടിയിട്ട് ഈ പുസ്തകങ്ങളൊക്കെ ഇംഗ്ലീഷിലേക്കും മറ്റുള്ള ഭാഷകളിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇംഗ്ലണ്ട്, സ്പെയിൻ, നെതർലാൻഡ് ഇങ്ങനെ പല രാജ്യങ്ങളിലേക്കും നവോത്ഥാന ആശയങ്ങൾ സ്പ്രെഡായി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ വൺ വേർഡ് ക്വസ്റ്റിന് വേണ്ടി മക്കൾ എന്തായാലും ചാപ്റ്റർ ഒന്ന് വായിക്കണം, ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കണം. പെയിന്റേഴ്സിന്റെയും സയന്റിസ്റ്റുകളുടെ പേരുകൾ പഠിക്കണം, ശില്പികളുടെ പേരുകൾ പഠിക്കണം, അവരുടെ ശില്പങ്ങൾ പഠിക്കണം, മറക്കണ്ട. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.